ഇന്ന് ഋത്വി തേജസിൻ്റെ ചോറൂണാണ്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയണ്ടാവില്ല അല്ലേ, ഗുൽസൂൻ്റെ ചോറൂണാണ്. പക്ഷേ പലരും ഇപ്പോഴും എന്നോട് ചോദിക്കുന്നുണ്ട് ഗുൽസൂൻ്റെ ശരിക്കുള്ള പേരെന്താന്ന്. ഋത്വി തേജസ്, അതാണ് ഗുൽസൂൻ്റെ ഒഫീഷ്യൽ നെയിം. ഞങ്ങളിപ്പോൾ ഉള്ളത് ഒറ്റപ്പാലത്താണ്, മാങ്ങോട്ടുകാവ്, അത്തിപ്പൊറ്റ മാങ്ങോട്ടുകാവിലാണ് ഞങ്ങൾ ചോറ് കൊടുക്കുന്നത്. എനിക്കൊരുപാട് വിശ്വാസമുള്ളൊരു അമ്പലമാണ്, ഒരുപാട് വർഷങ്ങളായിട്ട് പോകുന്ന അമ്പലമാണ് മാങ്ങോട്ടുകാവ്. അപ്പോൾ നമ്മുടെ ഗുൽസൂൻ്റെ ആദ്യത്തെ ചോറ് ഉരുള ഒന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് നമ്മൾ തൊട്ട് കൊടുക്കല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അത് മാങ്ങോട്ടാവിൽ വെച്ചിട്ടാണ്. അങ്ങനെ ഞങ്ങൾ യാത്ര തിരിച്ചു. ഇപ്രാവശ്യം വോയിസ് ഓവറിലായിരിക്കും, കാരണം ആ ഒരു ബഹളത്തിൽ എനിക്ക് വ്ളോഗൊന്നും അങ്ങനെ കാര്യമായിട്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ദീപോട്ടൻ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവരും തേസേട്ടൻ്റെ അച്ഛൻ, അമ്മ, ചേച്ചി, ബാനും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇതങ്ങനെ ഒരു വലിയ ഫങ്ഷനായിട്ടൊന്നുമില്ല, നമ്മൾ വളരെ മിനിമലായിട്ടാണ് നടത്തിയത്. അങ്ങനെ സദ്യ പ്രോഗ്രാംസ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് ആൾക്കാരേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. ഗുൽസൂന് കുറച്ചൊരു അപ്സെറ്റായിരുന്നു ആൾ, കാരണം ഉറക്കമൊന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല. ആൾ രാത്രി കൂടുതൽ സമയം ഉറങ്ങുന്ന ആളാണ്. അപ്പോൾ പെട്ടെന്ന് എണീക്കേണ്ടിയൊക്കെ വന്നുകൊണ്ട്, പിന്നെ ആ ചൂടും, പാലക്കാടത്തെ ചൂട് പിന്നെ പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ആൾ അതിൻ്റെ കുറച്ചൊരു ഫ്രസ്ട്രേഷനിലായിരുന്നു. പക്ഷെ എന്നാലും പാവം കുറേ സഹകരിച്ചു കേട്ടോ. നമ്മുടെ ഇവിടെ 5 നാൾ കഴിഞ്ഞ് 6-ാം നാളിന് മുന്നേ ആണ് ചോറ് കൊടുക്കുക. അപ്പോൾ ഗുൽസൂൻ്റെ 5-ാം നാൾ ഇപ്പോൾ ജസ്റ്റ് കഴിഞ്ഞേ ഉള്ളൂ. അപ്പം നമ്മളിങ്ങനെ നല്ല സമയം നോക്കിയപ്പോൾ 24 എന്നുള്ളത് നല്ല ദിവസം ആയി കണ്ടു. അപ്പോൾ ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു കാര്യം കൂടി ഉണ്ട്, കുട്ടിക്ക് മാത്രമല്ല അമ്മയ്ക്കും കുട്ടിയുടെ ചോറൂണ് കഴിയുന്നവരെ അമ്പലത്തിലൊന്നും പ്രവേശിക്കാൻ പാടില്ല. അപ്പോൾ ചോറ് കൊടുത്തതിന് ശേഷമാണ് ആദ്യമായിട്ട് പ്രഗ്നൻസിക്ക് ശേഷം അമ്മയും കുട്ടിയും ഒരുമിച്ച് അമ്പലത്തിലേക്ക് കയറുക. അപ്പോൾ നട അടച്ച് പൂജയായിരുന്നു. അപ്പോൾ എനിക്ക് കയറാൻ പറ്റിയില്ല, ബാക്കി എല്ലാവരും കയറി തൊഴുതു. അപ്പോൾ ഭവനീശേട്ടൻ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ക്ലിക്ക് ചെയ്യാനും ഇവിടെ എത്തിയിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ചോറ് കൊടുക്കാനുള്ള സമയമായി. ഇപ്പോൾ നമ്മൾ ചോറ് കൊടുത്തുവെങ്കിലും ഉടനടി സോളിഡ്സ് ഒന്നും സ്റ്റാർട്ട് ചെയ്യുന്നില്ല, കാരണം അതിൻ്റേതായ സമയമുണ്ടല്ലോ. 6 മന്ത്സിന് ശേഷം മാത്രമാണ് സോളിഡ്സ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇത് നമുക്ക് നടത്തേണ്ട സമയത്ത് നമ്മൾ ആ ഒരു ആചാരപ്രകാരം നടത്തി എന്ന് മാത്രം. എല്ലാരും വന്നോ? നമുക്ക് ഫോട്ടോ എടുത്തിട്ട് പോവാം. പാവം
അതിനുശേഷം ഞങ്ങൾ രാവിലത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, 7 മണിക്ക് ഇറങ്ങി. അപ്പോൾ ആരും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു. ഗുൽസുവിന് ഭയങ്കര സന്തോഷമായി, കാരണം ഡ്രസ്സ് അയച്ചു, AC-യിലേക്ക് വന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര കംഫർട്ട് ആളുടെ ഫേസിൽ, ആ ഒരു കംഫർട്ട് ലെവൽ ഫേസിന് മനസ്സിലാവുണ്ടായിരുന്നു. ആൾ ഭയങ്കര ഹാപ്പിയായി. മൊത്തത്തിൽ തുണിയിലൊക്കെ പൊതിച്ചിരിക്കുന്നു. മധുരം കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? മധുരം കഴിച്ചിട്ട് മധുരം കഴിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു? കളർന്നോ ആണോ? ആശ്ചര്യാനായിട്ട് ആരിട്ട് എന്തുറ്റി? ചോറ് തന്നപ്പോ കരഞ്ഞ് ചോറ് ഇഷ്ടപ്പെട്ടില്ലേ? എടപ്പള്ളി സിഗ്നലിൽ നിൽക്കുകയാണ്. എന്തോ വിൽക്കാനായി വന്ന ഒരു അമ്മയും മോളുമാണ്. क्या चाहिए? क्या चाहिए? क्या चाहिए? अरे भाई साहब बहुत मेहनत है. ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ. പാരമ്പര്യമായി കൈമാറി കൊടുക്കുന്ന മൂക്കാണിത്, നെറ്റി മൂക്കും. സത്യം പറഞ്ഞാൽ ഇന്നത്തെ വ്ളോഗിലൊന്നും സംസാരിക്കാനും ഒന്നിനും പറ്റിയിട്ടില്ല. ഞാനിപ്പോൾ എല്ലാം അഴിച്ചു വെച്ച് ഫ്രീ ആയിട്ടിരിക്കുകയാണ്. ഹൗ വാസ് ദി ചോറൂണ് കേസേട്ടാ? ഇറ്റ് വാസ് സോ നൈസ്. കുൽസുന് എന്താ വെച്ചാൽ ചൂടൊക്കെ ആയിട്ട് കുറച്ച്, എന്നാലും പാവം മാക്സിമം സഹകരിച്ചു. എനിക്ക് ചോറൂണ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചു. അത് അതാ ആദ്യം പറയേണ്ടത്. ഞാൻ 8-ാം തീയതി, ഈ മാസം 8-ാം തീയതി പോകാനായിട്ട് ഇരുന്നാണ്. അപ്പൊ അത് ജോയിനിങ് ഡിലേ ആയി. പിന്നെ 23rd പോകാനിരുന്നാണ്. അപ്പൊ അതും ഡിലേ ആയി. ഇനി എന്നാ എമ്പുരാനോടെ കണ്ടിട്ട് പോവാന്ന് വിചാരിക്കുന്നു. എനിക്കറിയില്ല. അപ്പൊ നമുക്ക് പക്ഷെ ഇതെന്തായാലും സത്യം ദൈവത്തിനോട് നന്ദിയല്ലേ, ഭയങ്കര ഭാഗ്യമായി പോയി. അല്ലെങ്കിൽ തേസായിട്ട് 7-ാം തീയതി പോകേണ്ട ആളാ, ഇന്നിപ്പോ 24-ാം തീയതി ആയി. അതെന്തായാലും എക്സ്റ്റെൻഡ് ചെയ്ത് തേസായിട്ടിന് ഇതും പങ്കെടുക്കാൻ പറ്റി. ഐ എം സോ ഹാപ്പി. ഓക്കെ, ഒരു ചെറുത് കിടക്കുന്നുണ്ട് വട്ടിരാജ. ഗുൽസ് ഇന്നിട്ട ഈ ഡ്രസ്സ് ഞാൻ എൻ്റെ ചോറുകൊണ്ടിട്ട ഒരു ഡ്രസ്സിൻ്റെ ഏകദേശം ഒരു സിമിലർ മോഡലാണ്. അത് റീക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത് അരുൺ ചേട്ടനാണ്. പിന്നെ എൻ്റെ ഈ ബ്ലൗസ് ചെയ്തു തന്നത് മൂപ്പരാണ് കേട്ടോ. അപ്പം ചടങ്ങുകളൊക്കെ വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു. അപ്പം ഞാൻ വന്നിട്ട് വേഗം എൻ്റെ ഔട്ട്ഫിറ്റ് ഒക്കെ മാറ്റി ഗുൽസ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിവേസ് ഇത് ഒരു പ്രോപ്പർ വ്ളോഗ് അല്ല എന്നറിയാം, ബട്ട് നമ്മൾ ആ മൊമെന്റ്സ് ഷെയർ ചെയ്തേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ